കഴിഞ്ഞ ഏതാനും നാളുകളായി നമ്മുടെ മുഴുവൻ സോഷ്യൽ മീഡിയകളിലും നിറഞ്ഞു നിൽക്കുന്നത് സേവ് പാലസ്തീൻ, സേവ് ഇസ്രായേൽ എന്നീ രണ്ട് വാചകങ്ങളാണ്. സത്യത്തിൽ ആരാണ് ഇവിടെ ശരി, ആരാണ് ഇവിടെ പ്രശ്നക്കാർ, എന്തിനു വേണ്ടിയിട്ടാണ് നിരപരാധികളായിട്ടുള്ള സ്ത്രീകളെയും കുട്ടികളെയും ഉൾപ്പെടെയുള്ള ഒരുപാടധികം ആളുകളെ ഇവർ കൊന്നൊടുക്കിക്കൊണ്ടിരിക്കുന്നത്? ഇതൊരു മൂന്നാം ലോക മഹായുദ്ധത്തിന് കാരണമായേക്കുമോ? ഇത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാമാണ് നമ്മൾ ഇന്നത്തെ ഒരു വീഡിയോയിലൂടെ നോക്കാൻ പോകുന്നത്. ഈ ഒരു വീഡിയോ പൂർണ്ണമായിട്ടും കണ്ടു കഴിഞ്ഞാൽ ഈ വിഷയത്തെക്കുറിച്ച് ഒരു വ്യക്തമായിട്ടുള്ള ധാരണ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. വെൽക്കം ബാക്ക് ടു AF വേൾഡ്. അഫ്ലു ഹിയർ. സാധാരണഗതിയിൽ നമ്മൾ ഞായറാഴ്ചകളിൽ നമ്മുടെ സൺഡേ ഫണ്ടേ സെഗ്മെൻറ്റിൽ പെടുന്ന വീഡിയോകളാണ് ചെയ്യാറുള്ളത്. പക്ഷേ ഇന്ന് ഈ ഒരു വിഷയം തിരഞ്ഞെടുക്കാനുള്ള കാരണം തീർച്ചയായിട്ടും നിങ്ങൾ ഓരോരുത്തരും ഇതിനെക്കുറിച്ച് വ്യക്തമായിട്ട് മനസ്സിലാക്കിയിരിക്കണം എന്നൊരു തോന്നലാണ്. ഇസ്രായേൽ പലസ്തീൻ വിഷയം ആരംഭിക്കുന്നത്, അല്ലെങ്കിൽ ഇവർ തമ്മിലുള്ള സംഘർഷങ്ങൾ ആരംഭിക്കുന്നത് ഇന്നോ ഇന്നലെയോ അല്ല. പതിറ്റാണ്ടുകളുടെ പഴക്കമുണ്ട് ഇവർ തമ്മിലുള്ള പ്രശ്നങ്ങൾക്ക്. കൃത്യമായിട്ട് ഇതിനെക്കുറിച്ച് ഒരു ധാരണ ലഭിക്കണമെങ്കിൽ 100 വർഷങ്ങൾക്ക് മുമ്പിൽ നിന്നെങ്കിലും ചുരുങ്ങിയത് പറഞ്ഞു വരേണ്ടതായിട്ട് വരുന്നുണ്ട്. 1517 മുതൽ 1917 വരെയുള്ള 400 വർഷക്കാലം പലസ്തീൻ ഭരിച്ചിട്ടുണ്ടായിരുന്നത്, അല്ലെങ്കിൽ പലസ്തീൻ ഉണ്ടായിരുന്നത് ഒട്ടോമൻ സാമ്രാജ്യത്തിൻ്റെ കീഴിലായിരുന്നു. ഇന്ത്യയെ ബ്രിട്ടീഷുകാർ പിടിച്ചെടുക്കിയതുപോലെ തന്നെ 1917 പലസ്തീനെ, അല്ലെങ്കിൽ ഒട്ടോമൻ സാമ്രാജ്യത്തിനെ പൂർണ്ണമായിട്ടും തകർത്തടിച്ചുകൊണ്ട് പലസ്തീനെ ബ്രിട്ടീഷുകാർ കീഴടക്കുകയാണ്. ആ ഒരു അവസരത്തിൽ പലസ്തീനിൽ ഉണ്ടായിരുന്നത് ഭൂരിഭാഗം മുസ്ലിങ്ങളും അതുപോലെ തന്നെ ജൂതന്മാരും ക്രിസ്ത്യൻസുമായിരുന്നു. ഈ ഒരു 3 വിഭാഗങ്ങളും വളരെയധികം പുരാതനമായിട്ട്, അല്ലെങ്കിൽ പുണ്യപുരാതനമായിട്ട് കണ്ടിരുന്ന ഒരു സ്ഥലമാണ് പലസ്തീനകത്തുണ്ടായിരുന്ന ജെറുസലേം എന്ന് പറയുന്നത്. ജൂസിനെ സംബന്ധിച്ചിടത്തോളം, ജൂതന്മാരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഏറ്റവും പുണ്യമായിട്ടുള്ള ഒരു ഭൂമിയാണ് ജെറുസലേം. അതേ രീതിയിൽ തന്നെ ക്രിസ്ത്യൻസിനെ സംബന്ധിച്ചിടത്തോളം യേശു പുനർജനിച്ച സ്ഥലം എന്ന നിലക്കൊക്കെ വരുന്നതാണ് ജെറുസലേം. അതുപോലെ തന്നെ മുസ്ലിംസിനെ സംബന്ധിച്ചിടത്തോളം മക്കയും മദീനയും കഴിഞ്ഞാൽ മൂന്നാമതായിട്ട് അവർ ഏറ്റവും പുണ്യപുരാതന ഭൂമിയായിട്ട് കണക്കാക്കുന്ന ഒരു സ്ഥലമാണ് ജെറുസലേമും അവിടെയുള്ള മസ്ജിദുൽ അക്സ എന്ന് പറയുന്ന മസ്ജിദും. ഇന്ന് ഓരോ മുസ്ലിമും മക്കയിലെ കഅബയുടെ ഡയറക്ഷനിലോട്ട് തിരിഞ്ഞിട്ടാണ് നമസ്കരിക്കുന്നതെങ്കിൽ ഒരു കാലത്ത് അവർ നമസ്കരിച്ചിട്ടുണ്ടായിരുന്നത് ഈ മസ്ജിദുൽ അക്സയുടെ ഡയറക്ഷനിലോട്ട് നോക്കിയിട്ടായിരുന്നു. കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ AD 624 മുതലുള്ള 16-17 മാസക്കാലം ആ ഒരു ഡയറക്ഷനിലോട്ട് നിന്നിട്ടായിരുന്നു ഓരോ മുസ്ലിംസും അവരുടെ നമസ്കാരങ്ങൾ, അവരുടെ ക്രിയകളെല്ലാം നടത്തിയിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ 3 മതങ്ങളെ സംബന്ധിച്ചിടത്തോളമോ അവരെ വളരെയധികം ഇമ്പോർട്ടൻസോട് കൂടി കാണുന്ന ഒരു സ്ഥലമാണ് ജെറുസലേം എന്ന് പറയുന്നത്. അങ്ങനെ ബ്രിട്ടീഷുകാരുടെ കീഴിൽ പലസ്തീൻ വലിയ രീതിയിലുള്ള പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ തന്നെ മുൻപോട്ട് പോവുകയാണ്. അങ്ങനെ ഇരിക്കെ 1-ാം ലോക മഹായുദ്ധവും 2-ാം ലോക മഹായുദ്ധവും സംഭവിക്കുകയാണ്. ഈ 2 യുദ്ധങ്ങൾ സംഭവിച്ച അവസരത്തിലും ഏറ്റവും കൂടുതൽ അത് ബാധിച്ചിട്ടുണ്ടായിരുന്നത് ജൂതന്മാരെ തന്നെയാണെന്ന കാര്യം നമുക്ക് വളരെ വ്യക്തമായിട്ട് അറിയാം. ഇങ്ങനെ സംഭവിച്ചതോട് കൂടിയിട്ട് യൂറോപ്പിൽ നിന്നും ഒരുപാടധികം ജൂതന്മാർ നേരെ പലസ്തീനിലോട്ട് അഭയാർത്ഥികളായിട്ട് കുടിയേറി വരികയാണ്. പലസ്തീനിലുള്ള ജൂതവിശ്വാസികളുടെ എണ്ണത്തിൽ വളരെ വലിയ രീതിയിലുള്ള വർധനമുണ്ടാവാൻ കാരണമായത് ഈ ഒരു കാര്യമായിരുന്നു. അങ്ങനെ വർഷങ്ങൾ ഒരുപാട് മുമ്പോട്ട് പോയി. 1-ാം ലോക മഹായുദ്ധം കഴിഞ്ഞു, 2-ാം ലോക മഹായുദ്ധം കഴിഞ്ഞു. അങ്ങനെ 1947 കാലഘട്ടം എത്തി നിൽക്കുമ്പോൾ പലസ്തീനെ സ്വതന്ത്രമാക്കി അവിടെ നിന്നും പിന്മാറാൻ വേണ്ടിയിട്ട് ബ്രിട്ടീഷുകാർ ഒരു തീരുമാനത്തിലെത്തുകയാണ്. എന്നാൽ ആ ഒരു അവസരത്തിൽ തങ്ങൾക്ക് മാത്രമായിട്ട് ഒരു ജൂതരാഷ്ട്രം വേണമെന്നൊരു ആവശ്യവുമായിട്ട് ബ്രിട്ടീഷുകാരെ പലസ്തീനിൽ ഉണ്ടായിരുന്ന ജൂതന്മാർ സമീപിക്കുകയാണ്. ഇന്ത്യയിൽ നിന്നും ബ്രിട്ടീഷുകാർ പോയപ്പോൾ ഇന്ത്യയെ 2ആയി വിഭജിച്ച് ഇന്ത്യയും പാകിസ്ഥാനും ആക്കിയതുപോലുള്ള ഒരു വിഭജനം തന്നെയായിരുന്നു ജൂതന്മാർക്കും സത്യത്തിൽ അവിടെ ആവശ്യമുണ്ടായിരുന്നത്. എന്നാൽ അവരുടെ പ്രധാനപ്പെട്ട ഒരു ലക്ഷ്യം എന്ന് പറയുന്നത് ജെറുസലേം എന്ന് പറയുന്ന അവർ വളരെയധികം പുണ്യപുരാതന ഭൂമിയായിട്ട് കാണുന്ന സ്ഥലം അവർക്ക് വേണം എന്നൊരു കാര്യം തന്നെയായിരുന്നു. എന്നാൽ ബ്രിട്ടീഷുകാർ പലസ്തീൻ വിട്ടു പോകുന്നതിന് മുമ്പായിട്ട് കൃത്യമായിട്ട് തന്നെ ഇതൊന്ന് വിഭജിച്ച് നൽകുക കൂടി ചെയ്തിട്ടുണ്ടായിരുന്നു. എവിടെയും ഒരു അടി ഉണ്ടാക്കുക എന്നൊരു ലക്ഷ്യം മുന്നിലുള്ള ബ്രിട്ടീഷുകാർ ഇപ്രാവശ്യം വിഭജിച്ച് നൽകിയത് നടുഭാഗം മുഴുവനും ഇസ്രായേലിനും 2 വശങ്ങളും പലസ്തീനുമായിട്ട് നിലനിൽക്കും എന്ന രീതിയിലായിരുന്നു. എന്നാൽ ഈ ഒരു അവസരത്തിൽ തന്നെ ജെറുസലേം എന്ന് പറയുന്നത് 2 പക്ഷക്കാർക്കും ഒരുപോലെ അവകാശപ്പെട്ട ഒരു പൊതുസ്ഥലം എന്ന നിലക്ക് നിലനിൽക്കുമെന്ന രീതിയിൽ കൂടെയായിരുന്നു ബ്രിട്ടീഷുകാർ സത്യത്തിൽ പലസ്തീനെ വിഭജിച്ച് ഇസ്രായേലും പലസ്തീനും ആക്കിയിട്ടുണ്ടായിരുന്നത്. ഈ ഒരു ജെറുസലേമിന്റെ കാര്യത്തിലേക്ക് വരുമ്പോൾ തന്നെ ഈസ്റ്റ് ജെറുസലേം പലസ്തീനിലേക്കും അതുപോലെ തന്നെ വെസ്റ്റ് ജെറുസലേം ഇസ്രായേലിന്റെ ഭാഗത്തേക്കായിരുന്നു പോയിട്ടുണ്ടായിരുന്നത്. എന്ത് തന്നെ ആയാലും ഇത്തരത്തിലുള്ള ഒരു വിഭജനമാണ് ബ്രിട്ടീഷുകാർ നടത്തിയത് എന്നൊരു കാരണം കൊണ്ട് തന്നെ കാലം മുമ്പോട്ട് പോകുമ്പോൾ വളരെ വലിയ രീതിയിലുള്ള ഒരുപാട് തരത്തിലുള്ള പ്രശ്നങ്ങളിലേക്ക് ഇത് കൊണ്ടെത്തിക്കുകയാണ്. പരസ്പരം ഒരുപാട് തരത്തിലുള്ള സംഘർഷങ്ങൾ ഇരു രാജ്യങ്ങളും തമ്മിൽ ഉടലെടുക്കുകയും അത് വളരെ വലിയ രീതിയിലുള്ള ഒരുപാട് പ്രത്യാഘാതങ്ങളിലേക്ക് വഴിവെക്കുകയും
ഒക്കെ ചെയ്തു. ഇങ്ങനെയുള്ള ഒരു കാലഘട്ടത്തിലാണ് അറബ് രാഷ്ട്രങ്ങൾ, ഇറാനും ഈജിപ്തും പോലുള്ള അറബ് രാഷ്ട്രങ്ങൾ പലസ്തീന് സപ്പോർട്ടുമായിട്ട് മുമ്പോട്ട് വരുന്നതും ഇസ്രായേൽ എന്ന് പറയുന്ന പുതുതായി രൂപപ്പെട്ട ആ ഒരു രാജ്യത്തിനോട് യുദ്ധം ചെയ്യാൻ വേണ്ടിയിട്ട് അവർ രംഗത്ത് വരുന്നതൊക്കെ. എന്നാൽ ഈ ഒരു യുദ്ധത്തിൽ വളരെ വലിയ രീതിയിലുള്ള കനത്ത തിരിച്ചടിയായിരുന്നു പലസ്തീനും സഖ്യകക്ഷികൾക്കും നേരിടേണ്ടി വന്നിട്ടുണ്ടായിരുന്നത്. അതോടുകൂടെ തന്നെ പലസ്തീനിന്റെ ഒരുപാടധികം മണ്ണ് ഇസ്രായേലിന്റെ കയ്യിലേക്ക് പോവുകയും പലസ്തീൻ വളരെയധികം ചുരുങ്ങിയ രൂപത്തിലേക്ക് മാറുകയും ചെയ്തു. എന്നാൽ ഇസ്രായേൽ ഇതുകൊണ്ടും നിർത്തിയില്ല. അവർ വീണ്ടും വീണ്ടും പലസ്തീന്റെ ഭാഗങ്ങളെ കയ്യേറിക്കൊണ്ടേയിരുന്നു. അവർ ഇതിൽ ചെയ്ത മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം എന്ന് പറയുന്നത് ജെറുസലേം ഉൾപ്പെടുന്ന പലസ്തീനിലെ വെസ്റ്റ് ബാങ്കിന്റെ പ്രദേശങ്ങളിലേക്ക് ഒരുപാട് ജൂത കുടുംബങ്ങളെ മാറ്റി താമസിപ്പിക്കുകയും അവിടെ അവർക്ക് ഏറ്റവും മികച്ച ജീവിത സാഹചര്യങ്ങൾ ഒരുക്കുകയും ചെയ്തു എന്നതാണ്. ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ആളുകളെ അങ്ങോട്ട് മാറ്റിയിട്ട് പതിയെ പതിയെ പലസ്തീന്റെ മണ്ണിനെ കയ്യേറാൻ വേണ്ടിയിട്ടുള്ള ജൂതന്മാരുടെ ഒരു തന്ത്രമായിരുന്നു ഇത്. ഈ ഒരൊറ്റ കാരണം കൊണ്ട് തന്നെ ഇരു രാജ്യങ്ങളിലെയും സാധാരണക്കാരായിട്ടുള്ള ആളുകൾക്കിടയിൽ വരെ വളരെ വലിയ രീതിയിലുള്ള പകയും വിദ്വേഷവും ഓപ്പോസിറ്റ് നിൽക്കുന്ന രാജ്യത്തിനോട് ഉടലെടുക്കുകയാണ്. പലസ്തീനുകാർ പറയുന്നത് ഞങ്ങളുടെ മണ്ണിനെ ഇസ്രായേൽ ജനത കയ്യേറുന്നു എന്നാണ്. എന്നാൽ ഇസ്രായേൽ ജനത പറയുന്നത് ഞങ്ങൾക്ക് ആകെ കൂടെ താമസിക്കാനുള്ള ഒരേ ഒരു ജൂതരാഷ്ട്രത്തിലെ മണ്ണിൽ നിന്നും ഞങ്ങളെ ആട്ടി ഓടിക്കാൻ വേണ്ടി പലസ്തീൻ ജനത ശ്രമിക്കുന്നു എന്നതാണ്. ഈ ഒരു കാരണങ്ങൾ കൊണ്ടൊക്കെ തന്നെ ആയിരിക്കണം ഇരു രാജ്യങ്ങളിലെയും കുട്ടികളെ വരെ അവരുടെ മാതാപിതാക്കൾ പറഞ്ഞു പഠിപ്പിക്കുന്നത് എതിരെ നിൽക്കുന്നവർ നമ്മളുടെ ആജന്മ ശത്രുക്കളാണ് എന്ന്. ഇസ്രായേൽ പട്ടാളത്തിന്റെ തോക്കിൻ മുനയിൽ വരെ നെഞ്ചും വിരിച്ചു നിൽക്കാൻ പലസ്തീനിലെ കുട്ടികൾക്ക് സാധിക്കുന്നത് ഒരുപക്ഷെ അവിടെയുള്ള മാതാപിതാക്കൾ ഇത്തരത്തിൽ അവരെ പറഞ്ഞു പഠിപ്പിച്ചത് കൊണ്ട് തന്നെ ആയിരിക്കണം. എന്ത് തന്നെയായാലും 1948 ഇരു രാജ്യങ്ങളും തമ്മിൽ ആരംഭിച്ച സംഘർഷങ്ങൾ ഇന്നത്തേക്ക് എത്തി നിൽക്കുമ്പോൾ ഇസ്രായേലിനകത്തുള്ള പലസ്തീന്റെ മണ്ണിന്റെ അളവ് എന്ന് പറയുന്നത് അത് വളരെയധികം ചുരുങ്ങി പോയോണ്ടിരിക്കുകയാണ്. ഇന്ന് നമ്മൾ കൃത്യമായിട്ട് അതിന്റെ മാപ്പിലൊക്കെ എടുത്തു നോക്കുന്ന അവസരത്തിൽ നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു മാപ്പിനകത്ത് ഈ മഞ്ഞ സ്ഥലങ്ങൾ മുഴുവനായിട്ടും ഇസ്രായേലും പിങ്ക് ഭാഗം വെസ്റ്റ് ബാങ്ക് എന്നറിയപ്പെടുന്ന പലസ്തീനിൽ പെട്ട മണ്ണാണ്. എന്നാൽ അത് ഇന്ന് ഭരിച്ചുകൊണ്ടിരിക്കുന്നത് ഇസ്രായേൽ പട്ടാളക്കാരാണ്. അതിനകത്ത് കാണുന്ന പച്ച കളറിൽ കാണുന്ന സ്ഥലങ്ങളിൽ മാത്രമാണ് പലസ്തീൻ ഗവൺമെന്റിന് സ്വാധീനമുള്ളത്. അതാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് പലസ്തീനായിട്ട് നിലനിൽക്കുന്നത് എന്നും വേണമെങ്കിൽ പറയാവുന്നതാണ്. ഇനി ലെഫ്റ്റ് സൈഡിലേക്ക് നോക്കുമ്പോഴാണ് അവിടെ നമുക്ക് ഗാസ സ്ട്രിപ്പ് കാണുന്നത്. ഗാസയെ ഭരിച്ചുകൊണ്ടിരിക്കുന്നത് ഹമാസ് എന്ന പേരുള്ള ഒരു ഇൻഡിപെൻഡന്റ് മിലിറ്റന്റ് പൊളിറ്റിക്കൽ ഗ്രൂപ്പാണ്. ഈ ഒരു ഹമാസിനെ അമേരിക്ക പോലുള്ള രാജ്യങ്ങൾ, അമേരിക്കയും ഇസ്രായേലും അതുപോലെ തന്നെ യൂറോപ്യൻ യൂണിയനിൽ പെടുന്ന ചില രാജ്യങ്ങളൊക്കെ ഒരു ടെററിസ്റ്റ് ഗ്രൂപ്പ് എന്ന നിലക്ക് മാത്രമാണ് കാണുന്നത്. എന്നാൽ ചൈന അതേപോലെ തന്നെ ഇറാൻ പോലുള്ള രാജ്യങ്ങൾ ജസ്റ്റ് ഒരു പൊളിറ്റിക്കൽ പാർട്ടി എന്ന നിലക്ക് മാത്രമാണ് ഹമാസിനെ കാണുന്നത്. ഈ ഒരു കാര്യങ്ങളിലേക്കാണ് ഇനി നമ്മൾ കൂടുതലായിട്ട് നോക്കാൻ പോകുന്നത്. ഗാസയെ സംബന്ധിച്ചിടത്തോളം ഒരു ഭാഗത്ത് നിന്നും മുഴുവനായിട്ടും ഇസ്രായേലും മറുഭാഗത്ത് നിന്ന് ഈജിപ്തും അവരെ പൂർണ്ണമായിട്ടും എല്ലാ നിലക്കും ബ്ലോക്ക് ചെയ്തിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഗാസയിൽ കാര്യമായിട്ടുള്ള തൊഴിലില്ലായ്മയും കൂടെ ഉണ്ട്. ഇങ്ങനെയുള്ളൊരു സാഹചര്യത്തിൽ ഗാസയിലുള്ള ആരോഗ്യ ദൃഢഗാത്രരായിട്ടുള്ള ഓരോ യുവാക്കളെയും ആയുധം നൽകി തങ്ങളുടെ കൂട്ടത്തിലേക്ക് റിക്രൂട്ട് ചെയ്യുകയാണ് ഹമാസ് ഗ്രൂപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അവർക്ക് കിട്ടുന്ന പണം മുഴുവനായിട്ടും അവർ ഇത്തരത്തിൽ ആയുധങ്ങൾ മേടിച്ചു കൂട്ടാനും വളരെ വലിയ രീതിയിലുള്ള തുരങ്കങ്ങൾ ഇസ്രായേലിന്റെ അതിർത്തികളിലേക്ക് കുഴിക്കാനുമൊക്കെയാണ് അവർ കാര്യമായിട്ടും ചെലവഴിച്ചുകൊണ്ടിരിക്കുന്നത്. ഇനി നമ്മൾ ഇന്ന് നേരിട്ടുകൊണ്ടിരിക്കുന്ന ഈ പ്രശ്നങ്ങൾക്കെല്ലാം കാരണമായിട്ടുള്ള വിഷയങ്ങളിലേക്ക് നമുക്ക് തിരിച്ചു വരാം. പലസ്തീനിൽ പെടുന്ന വെസ്റ്റ് ബാങ്കിലെ ജെറുസലേമിന്റെ ഈസ്റ്റ് ഭാഗത്തോട് ചേർന്ന് കിടക്കുന്ന ഷെയ്ഖ് ജറ എന്ന പേരുള്ള സ്ഥലത്ത് നിന്നും അവിടെയുള്ള പലസ്തീൻ ജനതയോട് മുഴുവനായിട്ടും ഒഴിഞ്ഞു പോകാൻ വേണ്ടിയിട്ട് ഒരു ഓർഡർ വരികയാണ്. ഇതിനെതിരെ ശക്തമായിട്ടുള്ള പ്രതിഷേധങ്ങൾ പലസ്തീൻ ജനത നടത്തുകയും ആ ഒരു പ്രതിഷേധത്തിൽ ഇസ്രായേൽ സേനക്കും ഇസ്രായേൽ പോലീസുകാർക്കും പലസ്തീൻ ജനതക്കും ഒരുപോലെ പരിക്കേൽക്കുകയും ചെയ്തു. ഈ സംഭവത്തിന് ശേഷം മെയ് 10 മസ്ജിദുൽ അഖ്സയിൽ നമസ്കരിച്ചുകൊണ്ടിരിക്കുന്നതിനിടയിലേക്ക് ഇസ്രായേൽ പട്ടാളം ഒരു റെയ്ഡ് നടത്തുകയാണ്. അവിടെ നമസ്കരിച്ചുകൊണ്ടിരുന്ന സാധാരണക്കാരായിട്ടുള്ള നൂറുകണക്കിന് ആളുകൾക്കിടയിലേക്ക് ഇസ്രായേൽ പട്ടാളക്കാർ റബ്ബർ ബുള്ളറ്റുകൾ ഉപയോഗിച്ചുകൊണ്ട് വെടിവെക്കുകയും അവിടെ നമസ്കരിച്ചുകൊണ്ടിരുന്ന ആളുകളെ മുഴുവൻ ആട്ടി ഓടിക്കുകയും ചെയ്തു. അതിനെ ചോദ്യം ചെയ്തപ്പോൾ അവർ മറുപടിയായിട്ട് പറഞ്ഞത് പ്രക്ഷോഭങ്ങൾ സൃഷ്ടിക്കുന്ന ആളുകളുടെ കൂട്ടത്തിലെ നേതാക്കൾ പള്ളിക്കകത്ത് ഒളിച്ചിരിക്കുന്നുണ്ട്, അവരെ പിടിക്കാൻ വേണ്ടിയിട്ടാണ് ഇത്തരത്തിലുള്ളൊരു പ്രവൃത്തി തങ്ങൾ ചെയ്തത് എന്നായിരുന്നു. എന്നാൽ ഈ ഒരു കാര്യം കേട്ടതോട് കൂടിയിട്ട് പലസ്തീനിൽ ഉൾപ്പെടുന്ന ഗാസയെ ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഹമാസ് എന്നു പേരുള്ള മിലിറ്റന്റ് പൊളിറ്റിക്കൽ ഗ്രൂപ്പ് വളരെ വലിയ രീതിയിൽ തന്നെ ക്ഷുഭിതരാവുകയും എത്രയും പെട്ടെന്ന് മസ്ജിദുൽ അഖ്സയിൽ നിന്നും പോലീസുകാർ ഇസ്രായേൽ സേന പിന്മാറിയില്ല എങ്കിൽ ഇസ്രായേലിന് മേൽ ഞങ്ങൾ ശക്തമായിട്ടുള്ള മിസൈൽ ആക്രമണം നടത്തുമെന്നൊരു ആഹ്വാനം ചെയ്യുകയും ചെയ്തു. അതിനടിസ്ഥാനത്തിൽ തന്നെ ഏതാനും മണിക്കൂറുകൾക്കുള്ളിൽ
തന്നെ ആയിരക്കണക്കിന് മിസൈലുകൾ ഇസ്രായേൽ മണ്ണിലേക്ക് ഗാസയിൽ നിന്നും കുതിച്ചുയരുകയാണ് ചെയ്തത്. എന്നാൽ ഇസ്രായേലിന്റെ ഡിഫൻസിനെ സംബന്ധിച്ചിടത്തോളം വളരെ ശക്തമായിട്ടുള്ള ഡിഫൻസ് തന്നെയാണ് ഇസ്രായേൽ സേനയ്ക്കുള്ളത്. അവരുടെ അയൺ ഡോം എന്ന് പറയുന്ന സംവിധാനത്തെയൊക്കെ എടുത്തു പറയേണ്ടത് തന്നെയാണ്. ആയിരക്കണക്കിന് മിസൈലുകൾ ഗാസയിൽ നിന്നും ഇസ്രായേലിലേക്ക് കുതിക്കുമ്പോഴും അയൺ ഡോമുകൾ ആകാശത്ത് വെച്ചുകൊണ്ട് മറ്റൊരു മിസൈൽ അതിന് നേരെ കൂട്ടിയിടിപ്പിച്ചുകൊണ്ട് എല്ലാത്തിനെയും നിർവീര്യമാക്കുന്നത് കൊണ്ട് മാത്രമാണ് ഇസ്രായേൽ ജനതയ്ക്ക് കാര്യമായിട്ടുള്ള പരിക്കുകളൊന്നും പറ്റാത്തത്. എന്നാൽ പോലും അവയിൽ ചില മിസൈലുകൾ താഴെ പതിക്കുകയും മലയാളിയായിട്ടുള്ള സൗമ്യ സന്തോഷ് ഉൾപ്പെടെ 4 പേർ മരണപ്പെടുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ഇങ്ങനെയൊക്കെ ആയതോടുകൂടി തന്നെ ഇസ്രായേൽ സേന വളരെ വലിയ രീതിയിൽ തന്നെ തിരിച്ചടിക്കാൻ ഗാസയിലുള്ള ഹമാസ് ഗ്രൂപ്പിനെതിരെ തിരിച്ചടിക്കാൻ വേണ്ടിയിട്ട് തിരിയുകയാണ്. അവർ ആദ്യം തന്നെ ചെയ്തിട്ടുണ്ടായിരുന്ന ഒരു പരിപാടി എവിടെ നിന്നാണോ മിസൈലുകൾ വരുന്നത് ആ ഒരു പ്രദേശത്തെ മുഴുവനായിട്ടും തകർത്തെറിയുക എന്നതായിരുന്നു. എന്നാൽ ഇതിൽ സംഭവിക്കുന്ന മറ്റൊരു കാര്യമുണ്ട്. ഹമാസ് ഗ്രൂപ്പിലെ ആളുകൾ മരണപ്പെടുന്നു എന്നതിനപ്പുറത്തേക്ക് ആ ഒരു ഏരിയയെ മുഴുവനായിട്ടും ഇസ്രായേൽ സേന തകർക്കുന്നതോട് കൂടിയിട്ട് സാധാരണക്കാരായിട്ടുള്ള ഒരു തെറ്റും ചെയ്യാത്ത സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെയുന്ന ഒരുപാടധികം ആളുകളാണ് മരിച്ചു വീണുകൊണ്ടിരിക്കുന്നത്. ഈ ഒരു വിഷയത്തെക്കുറിച്ച് ഇരു രാജ്യങ്ങളോട് ചോദിക്കുമ്പോഴും അവർക്ക് അവരുടേതായിട്ടുള്ള ന്യായീകരണങ്ങളുണ്ട്. ഇസ്രായേൽ പറയുന്നത് ഞങ്ങളെ ആക്രമിച്ചത് കൊണ്ട് മാത്രമാണ് ഞങ്ങൾ തിരിച്ചടിച്ചത് എന്നാണെങ്കിൽ ഹമാസ് ഗ്രൂപ്പ് പറയുന്നത് മസ്ജിദുൽ അക്സയിൽ നമസ്കരിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾക്കിടയിലേക്ക് ആക്രമണങ്ങൾ അഴിച്ചുവിട്ടതുകൊണ്ട് മാത്രമാണ് ഞങ്ങൾ പ്രതികരിച്ചത് എന്നാണ്. എന്ത് തന്നെ ആയാലും രണ്ട് രാജ്യങ്ങളും തമ്മിൽ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ അതിനിടയിൽ ബലിയാടാകുന്നത് സാധാരണക്കാരായിട്ടുള്ള ഒരുപാടധികം ആളുകളുടെ ജീവൻ മാത്രമാണ്. എന്നാൽ ഇതിൽ ആശ്ചര്യകരമായിട്ടുള്ള ഒരു വസ്തുത പലസ്തീൻ ഗവൺമെന്റിന് ഈ നടക്കുന്ന ആക്രമണങ്ങളുമായിട്ട് യാതൊരു ബന്ധവുമില്ല എന്നതാണ്. ഇസ്രായേൽക്കാർ പറയുന്നത് ഹമാസ് എന്നു പേരുള്ള തീവ്രവാദ സംഘടനയാണ് ഇത്തരത്തിലുള്ള എല്ലാവിധ പ്രശ്നങ്ങളും നടത്തുന്നത് എന്ന നിലക്കാണ്. കാര്യങ്ങൾ ഇങ്ങനെയൊക്കെയാണ് എങ്കിലും യൂറോപ്യൻ കമ്മീഷനും UN പോലുള്ള സംഘടനകളെല്ലാം പറയുന്നത് ഇസ്രായേൽ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് തെറ്റാണ് എന്ന് തന്നെയാണ്. കാരണം ഇത്രയധികം മിലിറ്ററി പവറുള്ള ഇസ്രായേൽ പോലൊരു രാജ്യത്തിന് ഹമാസ് എന്നു പേരുള്ള ഒരു സംഘടനയെ മുഴുവനായിട്ട് തകർത്തെറിയാൻ കൂടുതൽ സമയമൊന്നും വേണ്ട. എന്നാൽ അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഹമാസ് ഗ്രൂപ്പിലെ ആളുകളുണ്ട് എന്ന് അവർക്ക് തോന്നുന്ന ആ ഒരു പ്രദേശത്തിലെ മുഴുവൻ ആളുകളെയും കൊന്നെടുക്കുക എന്നൊരു പ്രവൃത്തിയാണ്. തീർച്ചയായിട്ടും അതൊരു തെറ്റ് തന്നെയാണ്. എന്തായാലും ഇതിനോടകം തന്നെ പലസ്തീനോട് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് ഇറാൻ സേനയെല്ലാം അങ്ങോട്ടേക്ക് പുറപ്പെട്ടു എന്ന രീതിയിലുള്ള വാർത്തകളെല്ലാം വരുന്നുണ്ട്. ഇത്തരത്തിൽ തന്നെ രണ്ട് രാജ്യങ്ങളെയും സപ്പോർട്ട് ചെയ്യുന്ന രാജ്യങ്ങളെല്ലാം കൂടെ ഇത്തരത്തിൽ നേരെ പോർക്കളത്തിലേക്ക് പോവുകയാണെങ്കിൽ വളരെ വലിയ രീതിയിലുള്ള മറ്റൊരു ലോക യുദ്ധത്തിന് തന്നെ ചിലപ്പോൾ ഇത് കാരണമായേക്കും എന്ന കാര്യം നിസ്സംശയം പറയാവുന്നതാണ്. അപ്പം എന്തായാലും നമ്മളൊരു വീഡിയോസിയുടെ വൈൻഡപ്പ് ചെയ്യാണ്. വീഡിയോ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണും, നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ട് കാണും. ഇസ്രായേൽ പലസ്തീൻ വിഷയത്തെക്കുറിച്ചുള്ള വ്യക്തമായിട്ടുള്ള ധാരണ നിങ്ങൾക്ക് ലഭിച്ചു കാണുമെന്നൊക്കെ പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ഇതിൽ നല്ല ഒരുപാടധികം വീഡിയോസുകളുമായിട്ട് കണ്ടുവിട്ടാന്ന് പ്രതീക്ഷയോടെ ബൈ.